ഒരു തുർക്കിഷ് എയർലൈൻസ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തമുണ്ടായി എന്നുള്ളതാണ്. കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയിരിക്കുന്നു. 255 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി. അർജുൻ, ഇതിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടോ? യാത്രക്കാർ സുരക്ഷിതരാണോ? മറ്റ് ക്രൂ ഒക്കെ സുരക്ഷിതരാണോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, ആശങ്കപ്പെടേണ്ട ഒരു അവസ്ഥ ഇപ്പോഴില്ല എന്ന് പറയാൻ സാധിക്കും. കാരണം എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണ്. ഈ വിമാനം കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആവശ്യമായിട്ടുള്ള പരിശോധനകളെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നിലവിൽ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. 255 യാത്രക്കാരും ക്രൂ അംഗങ്ങളും എല്ലാവരും സുരക്ഷിതരാണ്. ഇവരെ സുരക്ഷിതമായി തന്നെ പുറത്തേക്ക് ഇറക്കിയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 1:30 കാഠ്മണ്ഡുവിലെ ത്രിഭുവൻ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെട്ട വിമാനമാണ്. പുറപ്പെട്ടതിന് പിന്നാലെ തന്നെ വലതുവശത്തെ എഞ്ചിനിൽ തീപിടുത്തം ഉണ്ടെന്ന് കണ്ടെത്തി പൈലറ്റ്. അതിന് പിന്നാലെ തന്നെ വലതുവശത്തെ എഞ്ചിൻ അത് താൽക്കാലികമായി ഓഫ് ചെയ്തു. പിന്നീട് കൊൽക്കത്ത വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കണമെന്നുള്ള അനുമതി തേടുകയും അവിടെ ഇറക്കുകയായിരുന്നു ചെയ്തത്. ആ സമയത്ത് കാഠ്മണ്ഡു വിമാനത്താവളം താൽക്കാലികമായി 15 നേരത്തേക്ക് അടച്ചടയുകയും കൂടി ഉണ്ടായിരുന്നു. എന്തായാലും അല്പം മുൻപ്, ഒരു അരമണിക്കൂർ മുൻപാണ് വിമാനം എന്തായാലും കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ തന്നെ വിമാനം ഐസൊലേഷൻ ബേയിലേക്ക് മാറ്റിയിരിക്കുകയായിരുന്നു. പിന്നാലെ യാത്രക്കാരെ എല്ലാവരും സുരക്ഷിതമായി പുറത്തിറക്കാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെ ഇപ്പോൾ വിമാനത്താവള അധികൃതർ വ്യക്തമാക്കിയിരുന്നു. കൂടുതൽ പരിശോധനകൾ നടത്തും എന്നുള്ള കാര്യം തന്നെയാണ്. എങ്ങനെ ഈ തീപിടുത്തം ഉണ്ടായി എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. എയർബസിന്റെ 330 എന്ന് പറയുന്ന മോഡൽ വരുന്ന വിമാനമാണ് ഇത്തരത്തിൽ ഒരു വലിയൊരു ദുരന്തം ഉണ്ടാകേണ്ടത്. അത് ഒഴിവായി പോയിരിക്കുന്നു എന്നുള്ള കാര്യം തന്നെ പറയാൻ സാധിക്കും. നിലവിൽ ഈ കൊൽക്കത്ത വിമാനത്താവളത്തിൽ കുടുങ്ങിയിരിക്കുന്ന യാത്രക്കാർ, അവർ തുർക്കിയിലെ തലസ്ഥാനമായിട്ടുള്ള ഇസ്താൻബുളിലേക്ക് പോകേണ്ട യാത്രക്കാരായിരുന്നു. അവർക്ക് മറ്റൊരു യാത്രാ സൗകര്യം ഒരുക്കി നൽകും എന്നുള്ള കാര്യം കൂടിയാണ് തുർക്കിഷ് എയർലൈൻസ് ഔദ്യോഗികമായി ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചിരിക്കുന്നത്. അനുജ, തുർക്കിഷ് എയർലൈൻസ് വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്നാണ് കൊൽക്കത്ത അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഇസ്താംബൂളിലേക്ക് പോവുകയായിരുന്നു ഈ വിമാനം. 255 യാത്രക്കാർ വിമാനത്തിലുണ്ടായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണ് എന്നുള്ളതാണ്. വിമാനം സുരക്ഷിതമായി നിലത്തിറക്കി, യാത്രക്കാർ സുരക്ഷിതരാണ് എന്നത് എയർപോർട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അർജുൻ പീതാംബരനാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.